നമ്മളൊക്കെ ദിവസവും മണിക്കൂറുകളോളം ഇന്റർനെറ്റിൽ ചിലവഴിക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും ഇന്റർനെറ്റ് വഴിയാണല്ലോ. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഇന്റർനെറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്തുള്ള സാറ്റലൈറ്റുകളിൽ നിന്നാണോ, അല്ലെങ്കിൽ മൊബൈൽ ടവറുകളിൽ നിന്നാണോ? ആണ് എന്ന് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി. ലോകത്തെ 99% ഇന്റർനെറ്റും കടന്നു പോകുന്നത് ആകാശത്തു കൂടിയല്ല, മറിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെയാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും അല്ലേ? എന്താണ് കടലിനടിയിലെ ഈ കേബിൾ ശൃംഖല? ആരാണ് ഇതിന്റെയൊക്കെ ഉടമസ്ഥർ? സർക്കാരാണോ അതോ സ്വകാര്യ കമ്പനികളാണോ? നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈലിലെ ഡാറ്റ എത്തുന്നത് ടവറിൽ നിന്നാകാം, പക്ഷെ ആ ടവറിലേക്ക് കണക്ഷൻ എത്തുന്നത് ഭൂമിക്കടിയിലുള്ള ഫൈബർ ഒപ്റ്റിക്സ് കേബിളുകൾ വഴിയാണ്. രാജ്യങ്ങളെയും വൻകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സമുദ്രത്തിനടിയിലൂടെ വെച്ചിരിക്കുന്ന കൂറ്റൻ കേബിളുകളാണ്. ഇതിനെ സബ്മറൈൻ കേബിളുകൾ എന്ന് വിളിക്കും. ഏകദേശം 14 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലാണ് ലോകമെമ്പാടുമായി ഈ കേബിളുകൾ കിടക്കുന്നത്. ഇതാണ് ഇന്റർനെറ്റിന്റെ നട്ടെല്ല്. 1850കളിൽ ടെലഗ്രാഫ് അയക്കാൻ തുടങ്ങിയ ഈ പരിപാടിയാണ് ഇന്ന് നമ്മളെ റീൽസ് കാണാൻ സഹായിക്കുന്നത്. ഇനി ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഇന്റർനെറ്റ് എത്തുന്നതെന്ന് നോക്കാം. പ്രധാനമായും 17 അന്താരാഷ്ട്ര കേബിളുകളാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവ കടലിൽ നിന്ന് കരയിലേക്ക് കയറുക 14 ലാൻഡിംഗ് സ്റ്റേഷനുകൾ നമുക്കുണ്ട്. ഇവ എവിടെയൊക്കെയാണെന്നോ? പ്രധാനമായും മുംബൈ, ചെന്നൈ, പിന്നെ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും, കൂടാതെ തൂത്തുക്കുടിയിലും. ഇവിടെ വന്നിറങ്ങുന്ന കേബിളുകളിൽ നിന്നാണ് പിന്നീട് നമ്മുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും നെറ്റ് കണക്ഷൻ പടരുന്നത്. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും വലിയ കേബിൾ ശൃംഖലയുടെ ഉടമസ്ഥർ ആരാണ്? ഏതെങ്കിലും സർക്കാരാണോ? അല്ല. ഇതിന്റെ എല്ലാം കടിഞ്ഞാണിരിക്കുന്നത് വമ്പൻ സ്വകാര്യ കമ്പനികളുടെ കൈകളിലാണ്. നമ്മുടെ നാട്ടിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, റിലയൻസ്, ജിയോ, ഭാരതി എയർടെൽ, സിഫി തുടങ്ങിയ കമ്പനികളാണ് ഈ കേബിളുകൾ സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും. സർക്കാർ വക BSNL ഇതിലുണ്ട്. കോടിക്കണക്കിന് രൂപ ചിലവുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് മാത്രമേ ഇത് താങ്ങാൻ കഴിയൂ. ചുരുക്കത്തിൽ നമ്മൾ അയക്കുന്ന ഓരോ വാട്സപ്പ് മെസ്സേജുകളും പോകുന്നത് ഇവരുടെ കേബിളുകളിലൂടെയാണ്. അതുകൊണ്ട് അടുത്ത തവണ ഫോണിൽ എന്തെങ്കിലും തിരയുമ്പോഴോ വീഡിയോ കാണുമ്പോഴോ ഓർക്കുക, നിങ്ങൾ കാണുന്ന ആ വിവരം ആകാശത്ത് നിന്നല്ല, മറിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സമുദ്രത്തിനടിയിലൂടെ സഞ്ചരിച്ചാണ് നിങ്ങളുടെ വിരൽ തുമ്പിലെത്തിയത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. സാങ്കേതിക ലോകത്തെയും ബിസിനസ് ലോകത്തെയും ഇത്തരം കൗതുകകരമായ അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.